അപ്പൊ മകനെ എന്തോ എന്നൊരുണ്ട ഇഞ്ഞിട്ടെ കയ്യില്. NSS KLPS പള്ളിക്കൽ കൊട്ടാരക്കര. യെസ് എന്റെ സ്കൂളാണ്. കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ആവാഹിച്ച് കിട്ടണ്ടേ? എന്തെങ്കിലും ഇപ്പൊ എനിക്ക് ഇത് വെച്ച് പറ്റുമോ? ഇല്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ വെച്ചേക്കുന്നതായിരുന്നു അത് ഈ മന്ത്രം കൂടുന്തോറും ഇത് കാണാണ്ടോ, വേഗം ഞാൻ തിന്നേക്കാം. അപ്പൊ ഒരെണ്ണം കൂടെ തരൂ. ഞാൻ കഴിച്ചു സാർ. ഞാൻ കഴിക്കുന്നില്ല, അല്ലാതെ തന്നെ കിട്ടി. അദ്വൈത് സായി, എന്റെ ബെസ്റ്റ് ഫ്രണ്ട്, മോന്റെ ചങ്ക് ഫ്രണ്ട് ആണോ? എന്തുകൊണ്ടായി ചങ്ക് ഫ്രണ്ട്? അവനിക്ക് പണ്ട് തൊട്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്തോ ഇഷ്ടമാണ് കാരണം. ഞങ്ങള് പണ്ട് കലോത്സവത്തിനൊക്കെ ഞങ്ങള് ഒരുമിച്ചാ പോകുന്നേ. എന്തായാലും ജീവന്റെ ജീവൻ. മറ്റൊരാൾ ശ്രീബാല ആണ്. കൂട്ടുകാരി. ഇത് കഴിച്ചാലേ വരുന്നു. ലൗലി എന്ന് പറഞ്ഞ തെറ്റാണ്. ആണോ? അപ്പൊ ലൗലി ആരാ? ലൗലി നിനക്കപ്പോ ഇല്ലേ? അതൊക്കെ നീ ലൗലി എന്ന് വിളിക്കുന്നതാണോ? പേര് അനുശ്രീ ആണോ? ആണ്. അവൻ ലൗലി എന്നാ വിളിക്കുന്ന. നമ്മളെ പറ്റിച്ചതായിരുന്നു ലൗലി എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. ഈ സാധനം നാളെ കൊണ്ടുവരണേ. കുറച്ച് കാര്യങ്ങൾ ആവാഹിക്കാനുള്ള സാധനം. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സായി എന്ന് പറഞ്ഞ ഒരാള് ഏറ്റവും വലിയ ഫ്രണ്ട്. ശ്രീബാല ഒരു സബ്ബായിട്ടൊരു ഗേൾ ഫ്രണ്ട്. ഒറിജിനൽ ലൗലി എന്ന് പറഞ്ഞ അനുശ്രീ. ഈ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കാണാൻ പറ്റുമോ? ഞാൻ കൊട്ടാരക്കര ഇരിക്കുന്ന ഏത് സംഭവത്തിനും ഞാൻ ഇവിടെ കൊണ്ടുവരും. കഠിനമായ മന്ത്രമാണ്. ഞാൻ ഇതിലോട്ട് നോക്കുമ്പം കണ്ണടയ്ക്കും. അനുശ്രീയായ നമഃ, അനുശ്രീയായ നമഃ, അനുശ്രീയായ ശ്രീബാലായ ശ്രീബാലാളാഹ നമസ്കാര, അദ്വൈതസായ നമസ്കാര, അനുശ്രീയ നമസ്കാര. വരുവാൻ 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 വരുവാൻ. ഇവര് 3 പേരാണ് ചങ്ക് ഫ്രണ്ട്സ് അല്ലേ? വാഹനത്തെ പറ്റി നിനക്കൊന്നും പറയാനില്ലേ? താങ്ക് യു അങ്കിൾ. എന്റെ ഒരു ജോലിയല്ല, എങ്കിലും ഞാൻ നിനക്ക് വേണ്ടി. അപ്പം ഇതിനകത്ത് നിന്റെ ചങ്ക് ഫ്രണ്ടാണ് ഈ ചോപ്പ് ഉടുപ്പിട്ട് നിൽക്കുന്നത്. അനുശ്രീ ലൗലി. അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതിരിക്കട്ടെ. ലൗലിക്ക് ഇവന്റെ പാട്ടുകളൊക്കെ ഇഷ്ടമാണോ? ലൗലി എന്നാണ് കുട്ടപ്പൻ ഇവിടെ വിളിക്കുന്നത്. അനുശ്രീയെ വിളിക്കുന്ന ലൗലി എന്നാണ്. അതെന്താ അങ്ങനെ? കൂളി പേരാ വിളിക്കുന്നത്. പിന്നെ ഫോണില് സംസാരിക്കുമ്പോ ലൗലി എന്നാണ് വിളിക്കുന്നത്. ആണോ? അത് സ്കൂളിൽ പോ പറയാൻ പേടിയല്ലേ, ഇവിടെ വരുമ്പോഴല്ലേ വരത്തുള്ളൂ. അനുശ്രീ എടുത്ത ഒരൊറ്റ കാര്യം, ദേവതീർത്ഥിന്റെ പാട്ടാണോ യേശുദാസ് ചേട്ടന്റെ പാട്ടാണോ ഇഷ്ടം? രണ്ടുപേരുടെ ഇഷ്ടം. അങ്ങനെ ഒറ്റ ആള്. കാരണം വേറൊരു കാര്യം മനസ്സിലാക്കണം, ഒരു ബ്രാക്കറ്റിൽ ഒരു കാര്യം പറയാം. ഇവിടെ ദാസേട്ടന്റെ പാട്ട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ തിരിച്ച് കൊട്ടാരക്കര ചെല്ലുമ്പോ കൊട്ട് കിട്ടും. അപ്പൊ ഏതാണ്, ആരെയാ ഇഷ്ടം?
പറഞ്ഞു. ഒരാള് ഞാൻ അതല്ല അപ്പൊ അവിടുന്ന് ദേവദാസ് രണ്ടുപേരുടെ ഇഷ്ടമാണ്. മോൾക്ക് ഏതാ ആര്യ? എനിക്ക് രണ്ടും ഒരേപോലെ തന്നെ തോന്നുന്നു. ദാസേട്ടനും ഇവനും അല്ലേ ഒരേപോലെ അല്ലേ? ബെസ്റ്റ് മോളെ ബെസ്റ്റ്. എനിക്ക് രണ്ടും ഒരേപോലെയൊക്കെ തന്നെ തോന്നുന്നത്. അപ്പൊ മക്കൾക്കോ നിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ചങ്ക് ഫ്രണ്ടിന് ദേവതീർത്ത്. അപ്പൊ ദാസേട്ടൻ ഇഷ്ടമുണ്ട് കുറച്ചുകൂടെ ഒരു പടി കൂടുതൽ. ശരി, ഓരോരുത്തരും പറയൂ ദേവതീർത്ഥിനെ കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം. ഇവനെ എനിക്ക് 2ാം ക്ലാസ് മുതൽ അറിയാം. ഇവൻ എന്തുവാ ക്ലാസ്സിൽ കുറച്ച് കുറുമ്പൊക്കെ കാണിക്കും. ഗേൾസിന്റെ കൂടെ അടിയൊക്കെ ഉണ്ടാക്കും. അവനെ ബ്രേക്ക് ടൈമിലൊക്കെ ടീച്ചർ പാട്ട് പഠിപ്പിക്കാറുണ്ട്. ഇതുപോലെ കുറച്ചൊക്കെ കുരുത്തക്കേടൊക്കെ കാണിക്കുന്ന ടീച്ചർ വഴക്കൊക്കെ പറയും. നേരത്തെ കുറുമ്പായിരുന്നു, ഇപ്പൊ കുരുത്തക്കേട്. ഇവൻ നല്ലപോലെ പാട്ട് പാടും. പിന്നെ അതില് ഇവനാ മിടുക്കൻ. അത്രേ ഉള്ളൂ. പിന്നെ പഠിക്കാൻ കുറച്ച് കീഴ്പോട്ടാ. കൊല്ലും ഞാൻ നിന്നെ. കുരുത്തക്കേട് ചെറുതായിട്ടുണ്ട്. ചെറുതായിട്ടില്ല, നല്ല കുരുത്തക്കേടുണ്ട്. പഠിക്കാൻ കുറച്ച് കുറവ്. മോന്റെ അത്രയും പഠിക്കത്തില്ല. ഇല്ലല്ലോ. അത് സത്യമാണ് സാറേ. അദ്വൈതിന്റെ അത്രയും പഠിക്കത്തില്ല. ഒരുപോലെയാണ്. ഓഹോ, അനുശ്രീ നന്നായി പഠിക്കില്ലേ? ഇവൻ ക്ലാസ്സിൽ ഞങ്ങളെ അടിച്ചിട്ടൊക്കെ ഓടും. പിടിക്കാൻ വിഷമമായിരുന്നു ഇത്ര നേരം അത് ഉള്ളിലൊതുക്കിയത്. അങ്കിൾ ഇതൊന്ന് അടിക്കോ? അടിച്ചിട്ട് ഓടും. ഇങ്ങനെ കൊറേ പെണ്ണുങ്ങളെ ഇവ അടിക്കും. അല്ല അനുശ്രീ അടിക്കാറുണ്ടോ? അത് ശരി. നീ പെണ്ണുങ്ങൾ തല്ലുവല്ലേ? അടിച്ചിട്ട് ഓടുവെന്ന്. എടാ നീ എന്റെ മനസ്സിൽ നിന്നെ ഇങ്ങനെയല്ല ഞാൻ കണക്കാക്കി. ഇനി ഇവനെ മനസ്സിൽ വെക്കരുത് ദയവ് ചെയ്ത്. ടീച്ചർ എന്തെങ്കിലും പഠിക്കാൻ കൊടുത്തിട്ട് പോവാണെങ്കിൽ ക്ലാസ്സിൽ ഓടിയൊക്കെ നടക്കും. പഠിക്കത്തില്ല. പിന്നെ ഇവനെ സ്കൂളിൽ വരാത്തോണ്ട് മാവേലിയാന്നാ വിളിക്കുന്നത്. വലിയ ബെസ്റ്റ് ഫ്രണ്ട്. ഇവിടെ വന്നിട്ട് ഇരട്ട പേരൊക്കെ പറയാം, മാവേലിയാണ്. മക്കളെ ഇത്രയും പോട്ടെ, എന്തെങ്കിലും ഒരു നല്ല കാര്യം. അതെ, എന്തെങ്കിലും ഒന്ന് ആലോചിച്ച്. ഇവൻ ഞങ്ങളുടെ സ്കൂളിലൊരു നല്ല പാട്ടുകാരനാണ്. അതില് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അപ്പൊ ഇവൻ പാട്ടുകാരൻ എന്നുള്ള രീതിയിൽ അഭിമാനമുണ്ട്. അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം വേറെ സ്വഭാവത്തിലുള്ള ഏതെങ്കിലും ഒരു, കാരണം അവന് മനസ്സമാധാനം ഉറങ്ങണമല്ലോ. പാട്ടല്ലാതെ ഏതെങ്കിലും നല്ല കാര്യം. ആരെങ്കിലും നമ്മളെ എവിടെങ്കിലും വീഴ്ത്തിയാ പിടിച്ചു കയറ്റാ ഇവനുണ്ട്. ഇവൻ തള്ളിയിടും. ആ വീഴ്ത്തലാണോ നീ ഉദ്ദേശിച്ചല്ലോ? മനസ്സുകൊണ്ടുള്ളതല്ലേ? കണ്ട് അവൻ വലിയതായി തിങ്ക് ചെയ്തതാ. ആരെങ്കിലും നമ്മളെ അടിച്ചു താഴ്ത്തിയൊക്കെ സംസാരിച്ച അവൻ നമ്മുടെ കൂടെ നിൽക്കും. ഗുഡ് മോനെ, ഗുഡ് ബോയ്, നല്ല ക്വാളിറ്റിയാണ്. വെരി ഗുഡ്. ഇനി അനുശ്രീ പറ. അനുശ്രീ ഒക്കെ ക്ലാസ്സിൽ വീണ അവരെ എണ്ണിപ്പിക്കും. അവൻ തന്നെ ആയിരിക്കും തള്ളിയിടുന്നത്. പെൺകുട്ടികളെ ആൺകുട്ടികളെയോ? പെൺകുട്ടിയാണ്. പക്ഷെ ഇവൻ തന്നെയല്ലേ തള്ളിയിട്ടിട്ട് ഓടുന്നതും. അപ്പൊ കറക്റ്റായി. അപ്പൊ എന്തായാലും NSS KLPS പള്ളിക്കൽ കൊട്ടാരക്കരയിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് നമ്മുടെ മുത്തിന്റെ സ്വഭാവം ഒളിച്ചു വിട്ടു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.